ഇത് റിലീസ് ചെയ്യണം, ഇത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് റിലീസ് ചെയ്യണം. ഇത് സൂപ്പർ ഹിറ്റ് ആണ്. തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചെന്തോ ഭയങ്കര വിഷമമുള്ള സീരിയസ് പാട്ടാന്ന് വിചാരിച്ചല്ലേ? ഇത് മുള്ളിങ്ങനെ പോകും. പറന്നു പോവാൻ പരിശ്രമിക്കുന്നു. വിനീത, നമ്മുടെ റിയാൻകുട്ടന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പിച്ചാണ്. ഏത് പിച്ച് നമ്മൾ പാടിക്കൊടുത്താലും അത് ഏതാണെന്ന് പറയും. നമുക്ക് വിനീതേട്ടന് വേണ്ടി കാണിച്ചാലോ? കാണിക്കാം അല്ലേ? ഷാർപ്പ് സെറ്റ്. ഇത് എ ഷാർപ്പ്. അടുത്ത് സി ഷാർപ്പ്. മതിയിലെ ഒരു രക്ഷയില്ല. മിടുക്കൻ. ഞെട്ടിപ്പോയി എല്ലാരും കേട്ടോ. സ്വരമൊക്കെ പറയൂ കേട്ടോ. എല്ലാ പാട്ടിന്റെ ഒക്കെ സ്വരം മുഴുവനായിട്ട് പറയും. അങ്ങനെ തന്നെ നോട്ടേറ്റ് ചെയ്ത് പറഞ്ഞു തരും. മറ്റേ കാക്കയുടെ പാട്ട് എന്തായിരുന്നു? അക്കരെ മോവിൻ കൊമ്പിൽ. അത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണ് കേട്ടോ. അതൊരു അടിപൊളി പാട്ടാണ്. അത് കിടിലൻ പാട്ട്. അത് ആരെ ലിറിക്സ് എന്നറിയോ? എന്റെ ഒരു സ്കൂളിലെ ബിനിച്ചേട്ടനോ, ചേട്ടൻ എന്റെ ഒരു ഫ്രണ്ടാ സ്കൂളിലെ. ആ ചേട്ടനാണ് ലിറിക്സ് എഴുതിയത്. മ്യൂസിക് ചെയ്ത് ഞാൻ. ശരി, പാടിക്കോ. പാടുന്നത് റിയാൻ. അക്കരെ മാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി കാക്കക്കുട്ടി, അക്കരെ മാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. അക്കരെ മാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. കാക്കക്കുട്ടി കാക്കക്കുട്ടി കാക്കക്കുട്ടി, അക്കരെ മാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. കാണാതെ പഠിച്ച പാട്ട്. തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചെന്തോ ഭയങ്കര വിഷമമുള്ള സീരിയസ് പാട്ടാന്ന് വിചാരിച്ചല്ലേ? ഇത് മുള്ളിങ്ങനെ പോകും. പറന്നു പോവാൻ പരിശ്രമിക്കുന്നു. പഠിച്ചു കഴിഞ്ഞു പഠിച്ചോ? പഠിച്ചു. എടാ ഭയങ്കര കാച്ചി പാട്ടല്ലേ റിയാൻകുട്ടാ? കിടില സോങ്ങാ. ഇത് റിലീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്യണം, ഇത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് റിലീസ് ചെയ്യണം. ഇത് സൂപ്പർ ഹിറ്റ് ആണ് ഈ പാട്ട്. അത് മാത്രല്ല, എം ജെ അങ്കിള് അടുത്ത് ചെയ്ത മ്യൂസിക് ചെയ്ത ഒരു സോങ്ങിൽ റിയാൻകുട്ടൻ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. യെസ്. അതെ അതെ. നിങ്ങളെ പിടിക്കണ്ടല്ലേ?